കുട്ടികൾക്കും സൂപ്പർ സാറാണ്. നമ്മുടെ +2 സേ +1 ഇംപ്രൂവ്മെൻറ്റ് 2025 എഴുതാൻ ഒത്തിരി കുട്ടികൾ തയ്യാറായിട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ വർഷത്തെ +2 സേയുടെ റിസൾട്ടുകൾ വന്നപ്പോൾ 2024 വന്നപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തിനേക്കാളും കുട്ടികളുടെ ജയിച്ചവരുടെ എണ്ണം വളരെ കുറവാണ്. അത് പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 1-2 വർഷമായിട്ട് നമ്മുടെ എക്സാം ഇത്തിരി ടഫായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കുട്ടികൾ അതിനുള്ള സീരിയസ്നെസ് കൊടുത്തില്ല. ടീച്ചേഴ്സ് പ്രത്യേകിച്ച് പറയുന്നുണ്ടായിരുന്നു എക്സാം ടഫാവുന്നുണ്ട്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷേ കുട്ടികളുടെ ആ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ടൊരു കാര്യം പറഞ്ഞാൽ ഉടനെ അത് ഏറ്റെടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ സീരിയസ്നെസ്സിനെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. അത് നിങ്ങളെന്നല്ല, ഞാനും ആ പ്രായത്തിൽ ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കുള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ എന്ത് ചിന്തയാണേലും റൈറ്റ് ടൈമിൽ ആക്ട് ചെയ്യുക എന്നുള്ളത് ഏത് ഒരാളുടെയും ഉത്തരവാദിത്വമാണ്. ഇപ്പം നമുക്ക് 2 കാര്യങ്ങളാണ് ഉള്ളത്. +2 സേ ഉണ്ട്, +1 ഇംപ്രൂവ്മെൻ്റ് ഉണ്ട്. ഇപ്പോഴും വലിയൊരു സംശയം കിടക്കുന്നത് പല സ്കൂളുകളിലും ചെന്ന് ചോദിക്കുമ്പോൾ, കുട്ടികൾ ചോദിക്കുമ്പോൾ എങ്ങനെ എഴുതുന്നതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ രണ്ടും എഴുതണമെന്നും പറയുന്നവരുണ്ട്. 2 എക്സാംസും എഴുതണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ +2 മാത്രമായിട്ട് ജയിച്ച ഒരാൾ +1 തോറ്റു, ഓക്കെ, +2 ജയിച്ചു, +1 തോറ്റു. പക്ഷെ സ്കൂളിൽ ചെന്ന് ചോദിക്കുമ്പോൾ 2ഉം എഴുതണം എന്ന് പറയുന്നുണ്ട്. തിരിച്ചും അതേപോലെ തന്നെ. പക്ഷെ എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം ഓർക്കുക, നിങ്ങൾ എന്തായാലും +2 മാത്രമായിട്ട് ഉറപ്പിക്കണം ജയിക്കുന്നത്. +2 ആരെങ്കിലും ഫെയിലായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതാണ്. ഇപ്പം ഞാൻ എൻ്റെ ഒരു കേസ് ഒന്ന് പറയാം, ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് +2-ന് ഒരു 16, ഓക്കെ, +2-ന് 16 ജയിച്ചിട്ടില്ല. +1-ന് കിട്ടിയേക്കുന്ന മാർക്ക് 10. +2-ന് 16, +2-ന് കിട്ടിയത് +2-ന് 16, +1-ന് 10, ഓക്കെ, ജയിച്ചിട്ടില്ലല്ലോ. 10ഉം 16 ചേർത്ത് 26 ആയിട്ടുള്ളൂ. അപ്പോൾ ആദ്യം ആ കുട്ടി എഴുതാൻ ഉദ്ദേശിക്കുന്നത് +1 ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കും. വേണമെങ്കിൽ +2 ചിലപ്പോൾ എഴുതാതിരിക്കാം, ശരിയല്ലേ? എന്തുകൊണ്ടാണ്? 16അല്ലോ. അപ്പോൾ ഇതിനകത്ത് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ +2 കൂടെ പാസ്സാവാം. അപ്പോൾ ഇതിനകത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 16 ഒരു 20 മാർക്ക് ആക്കിയാൽ മതി. ഈ 10 എന്നുള്ളതിനെ 20 ആക്കിയാൽ ഈ 20ഉം ഈ നേരത്തെ +2-ൻ്റെയും കൂടെ ചേർത്ത് 36 ജയിക്കാം. പക്ഷെ ഞാൻ പറയുന്നത് ഒരിക്കലും അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ഈ കേസിൽ ചില കേസുകൾ ശ്രദ്ധിക്കണം. കാരണം ഇങ്ങനെ ജയിക്കുമ്പോഴുള്ള പ്രശ്നം, നിങ്ങൾ +1 ആൻഡ് +2 എന്ന് പറയുന്ന ആ കോഴ്സ് പാസ്സായി, ബട്ട് +2 മാത്രമായിട്ട് എവിടെയെങ്കിലും ഒരു കാര്യത്തിൽ നോക്കുമ്പോൾ നമ്മൾ ഫെയിലായി കിടക്കുക. +2 മാത്രമായിട്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകും. കാരണം ഏതെങ്കിലും ഒരു ആവശ്യത്തിൽ നിങ്ങൾ പലയിടത്ത് പോകും, അല്ല ഇവിടെ നിന്ന് ജീവിക്കാനല്ലല്ലോ. എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കാവുന്ന ഒരു ചെറിയ കാര്യമായിരിക്കും അന്നേരം. ആ ചെറിയ കാര്യം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ഒരു വലിയൊരു ജോലിയുടെ പ്രൊമോഷനോ എന്തെങ്കിലും, അല്ലെങ്കിൽ ജോലിക്ക് കിട്ടുന്ന എന്തെങ്കിലും. അതുകൊണ്ട് ഉറപ്പായിട്ടും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഉറപ്പായിട്ടും +2 പാസ്സായിരിക്കണം. എന്തായാലും നിങ്ങൾ +2 മാത്രമായിട്ടുള്ള എക്സാം പാസ്സായിരിക്കണം, ഓക്കെ. അതിനുള്ള രീതിയിൽ കൂടെ വേണം നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യാൻ. ഇനിയും നമ്മുടെ ഈ വർഷത്തെ നമ്മുടെ ക്ലാസ് മീൻസ് ഇപ്പം തോറ്റ് മീൻസ് ഫെയിലായ കുട്ടികൾ നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ജോയിൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ അടുത്ത വർഷത്തേക്കുള്ള ക്ലാസ്സുകൾ അടിപൊളിയായിട്ട് തരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രസിക്കാനെന്നുള്ളതല്ല, ജയിപ്പിക്കാനുള്ള രീതിയിലുള്ള ക്ലാസ്സുകൾ. അത് ഫിസിക്സ് ഉണ്ട്, മാത്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ഓക്കെ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വേണമെങ്കിലും നമുക്ക് തരും, കുഴപ്പമില്ല. ഇതിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർഷങ്ങളായിട്ട് ഇത് എടുക്കുന്നതാണ്. കുട്ടികളെ നമ്മൾ എല്ലാ വർഷവും ഇത്ര ബുദ്ധിമുട്ടുള്ള ഒരാളെയും നമ്മൾ ജയിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ ജയിപ്പിക്കുന്നതിനുള്ള കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങളെ ജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പലർക്കും ചിലപ്പോൾ ഒന്നുമേ അറിയാൻ വയ്യാത്തവരുണ്ടാവും. പ്രത്യേകിച്ച് +1 എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ എന്നോ പഠിച്ചതാണ്. നിങ്ങൾ ആലോചിക്കുക, ഈ +1 ഒക്കെ പഠിച്ചതെന്ന് എത്രയോ നാൾക്ക് മുമ്പ്, 1 വർഷം 2 വർഷമൊക്കെ മുമ്പാണ്. അപ്പം അതൊക്കെ മറന്നുപോയി കാണും. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതിനെ സെലക്ട് ചെയ്ത് നിങ്ങളുടെ രീതിയിൽ കൂടെ വേണം പറഞ്ഞു തരാൻ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ +2-ന് ഇന്നിപ്പോൾ നിങ്ങൾ ഇത്തിരി ഏറെ പഠിക്കാൻ, പഴയ പോലെ നമുക്കിപ്പോൾ പഠിച്ചിട്ട് കാര്യമില്ല. പഴയ പോലെ കുറച്ച് എളുപ്പമുള്ളത് മാത്രം ആ രീതി മാറ്റി, ആ സമ്പ്രദായം മാറി. നിങ്ങളപ്പോൾ ഇത്തിരിയും കൂടെ ഒന്ന് കൂടുതൽ പഠിച്ചേ പറ്റൂ. അതിനൊരു ടൈം ഉള്ളതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ആ രീതിയിൽ കൂടെ വർക്ക് ചെയ്യണം. അല്ലാതെ ചെറിയ രീതിയിൽ കൂടെ ലാസ്റ്റ് സമയത്ത് എന്തെങ്കിലും ഒന്ന് പഠിച്ച് ഒന്ന് പരീക്ഷിക്കുക. ഇനിയും പരീക്ഷിക്കാനുള്ള അവസ്ഥയല്ല, ജയിക്കാൻ ഉറപ്പിച്ചുള്ള ഒരു എക്സാമായിട്ട് തന്നെ നിങ്ങൾ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യണം. അപ്പം
പേരൻസൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇപ്പോഴാണ് പേരൻസ് കൂടുതലും കുട്ടികളുടെ കൂടെ നിന്ന് പഠിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് തീരുമാനിക്കുന്നത്. പക്ഷേ ഇതൊരു 4-5 മാസം മുമ്പ് അവരൊന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കുട്ടി ജയിച്ചിരുന്നേനെ. പക്ഷെ അന്നേരം നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിച്ചില്ല. അവർ പഠിച്ചോളും, ജയിച്ചോളും. നമ്മുടെ ജോലി തിരക്കുകൊണ്ട് ഈ കാര്യങ്ങൾ കൂടുതലൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പക്ഷേ നമ്മൾ കുട്ടികളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയാണേലും ശ്രദ്ധിക്കണം. ഇപ്പോൾ അവർക്കൊരു സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു മനോഭാവം ഇപ്പോൾ ഉണ്ട്. അതിനെ എപ്പോഴും ആ ലെവലിൽ തന്നെ നിർത്തി എപ്പോഴും പഠിക്കാനുള്ളതെന്നുള്ള രീതിയിൽ കൂടെ വഴക്ക് പറയാതെ അവരുടെ കൂടെ നിന്ന് അവരെ ഒന്ന് സമാധാനിപ്പിച്ച് പഠിക്കാനുള്ളൊരു അവസരം, അതിനുള്ളൊരു എൻവയറമെൻറ്റ് ഉണ്ടാക്കി കൊടുത്തിരിക്കണം. കുട്ടികളാണേലും അതിൻ്റെ ഉത്തരവാദിത്തം. അല്ലാതെ എനിക്ക് പഠിക്കാനുള്ള അവസരം തന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അവിടെ ഒരു ബഹളം, നിങ്ങളിത് നോക്കില്ല. ഇത് ആക്ച്വലി നിങ്ങളുടെ കാര്യമാണ്. ആരാണോ എക്സാം എഴുതുന്നത് അവരുടെ കാര്യം ഇത്. പിന്നെ പേരൻസ് അവരുടെ കൂടെ നിൽക്കുന്നുള്ളത് കൊണ്ട് അവരൊന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഉഴപ്പിയേക്കാം. നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും ഈ കാണുന്ന ഓരോ കുട്ടിയും മീൻസ് +2 സ്റ്റേ അടുത്ത വർഷം അല്ലെങ്കിൽ +1 ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്ന ഒരാൾ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒരിക്കലും പുറകോട്ട് പോകരുത്. ഏറ്റവും ടോപ്പായിട്ട് നിന്ന് പഠിക്കാനുള്ളൊരു മനസ്സ് ഓരോ കുട്ടിയും ഉണ്ടാക്കിയിരിക്കണം. ഓക്കെ, എന്നെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത വർഷം ജയിക്കൂ. ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ 1 വർഷം കൊണ്ട് എഴുതാൻ വന്നതാണ് അതുകൊണ്ടെങ്കിൽ ജയിപ്പിക്കും എന്നൊന്നും ഒരിക്കലും വിചാരിക്കില്ല കേട്ടോ. അങ്ങനെയൊന്നുമുള്ള കൺസിഡറേഷൻസ് ഒന്നുമില്ല. പേപ്പറിൽ കാണുന്നതിനുള്ള മാർക്ക് തന്ന് ജയിക്കാനേ പറ്റുള്ളൂ. അല്ലാതെ വേറൊരു സെൻറ്റിമെൻ്റൽ പരിപാടികളൊന്നും ഇവിടെ ഇല്ല. ഓക്കെ, നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ടുള്ള ക്ലാസ്സുകൾ തന്ന്, നോട്ട്സുകൾ തന്ന്, നിങ്ങൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് തന്ന്, ക്വസ്റ്റ്യൻ പാക്കേജ് തന്നുള്ള ക്ലാസ്സുകളാണ്. 3 നിങ്ങൾക്ക് ജോയിൻ ചെയ്യുമ്പം നമുക്ക് നല്ല രീതിയിൽ കൂടെ മിച്ചപ്പം 2 എഴുതേണ്ടവരുണ്ടാവും. +2 ഒരു സബ്ജക്റ്റ്, ഇപ്പം മാത്സ് തന്നെയാണെങ്കിൽ +2 സേ എഴുതുന്നുണ്ടാവും, +1 ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്നുണ്ടാവും. ചിലപ്പോൾ 1 മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു പേപ്പറിന് ഇത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതുകൂടെ എഴുതുന്നെങ്കിൽ ഇത്രയും കൂടെ. ഓക്കെ, ഇത്രമേ ഉള്ളൂ. 1 ഇയറിനാണ്, അടുത്ത വർഷത്തേക്കുള്ള എക്സാമിന് കേട്ടോ. ഇത്രയും നമ്മൾ ഏറ്റവും കുറച്ചാണ് വാങ്ങുന്നത്. പക്ഷേ നിങ്ങൾക്ക് ജയിപ്പിക്കാനുള്ള എല്ലാ വഴിയും തരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് കൃത്യമായിട്ട് അറിയാം ഒരാളെ ജയിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരാളെ പോലും നമുക്ക് ജയിക്കുന്നതിനേക്കാളും ഇത്തിരിയുടെ കൂടുതൽ എത്തിക്കാൻ പറ്റും. ഇത്തിരി പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്കൊരു 30 മാർക്കിൽ എത്തിക്കാൻ, മീൻസ് ഏറ്റവും കുറഞ്ഞത്, ഇല്ലെങ്കിൽ ഒരു 50 വരെ പോകാനുള്ള എല്ലാ വഴിയും പറഞ്ഞു തരും. ഇനി നിങ്ങൾ ഇത് കഴിഞ്ഞിട്ടാണെങ്കിലും നല്ലൊരു കോഴ്സിന് അടുത്ത വർഷം, ഇനി നമുക്ക് +2 ഫെയിലായൊരു കുട്ടിക്ക് ഇനി ഒന്നുമേ വലിയ കോഴ്സ് പറ്റില്ല, ഒരിക്കലും അങ്ങനെ തീരുമാനിക്കല്ലേ. നിങ്ങൾക്ക് നല്ലൊരു എഞ്ചിനീയറിങ്ങിലൊക്കെ പോകുന്നതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ നല്ലതുപോലെ പഠിക്കും എന്നുള്ള രീതിയിൽ കൂടെ പോകാവുള്ളൂ. അല്ലാതെ അവരുടെ എഞ്ചിനീയറിങ്ങിൻ്റെ സ്വപ്നം എന്നേതുമായിട്ട് നിലച്ചു എന്നൊരിക്കലും നിങ്ങൾ തീരുമാനിക്കല്ലേ. നല്ല കോഴ്സുകൾക്ക് ഇത് കഴിഞ്ഞിട്ട് പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അല്ലാതെ നിങ്ങളെല്ലാവരും ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഞാൻ തോറ്റതല്ലേ, ഇനിയിപ്പം സാധാ കോഴ്സോ എല്ലാം പഠിച്ചു പോകാം, അങ്ങനെയൊന്നുമില്ല. നമ്മൾ തീരുമാനിച്ചാൽ ഏത് കാര്യവും നമുക്ക് നേടിയെടുക്കാം. അതിനെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട. അപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഈ 3 സബ്ജക്റ്റ് ഏതൊക്കെയാണ്? ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി പ്ലസ് ഇംഗ്ലീഷും ഓക്കെ കേട്ടല്ലോ. അല്ലെങ്കിൽ ബയോളജിയും ഓക്കെ തരും, ക്ലാസ് തരും, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ കാര്യം നിങ്ങളോടൊന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു. മാക്സിമം എല്ലാവരും പഠിക്കണം. മാക്സിമം നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തരുന്നത് കാണുക. അതുകൊണ്ട് പോരാ, കാരണം അത് നമുക്കൊരു ചെറിയ ക്ലാസ്സുകൾ ഒരു റെഗുലറായിട്ട് പഠിച്ചേ പറ്റുള്ളൂ. അല്ല നമുക്കൊരിക്കലും ഇത് നമുക്ക് നേടിയെടുക്കാനേ പറ്റില്ല. അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും ജയിക്കാനുള്ള മനസ്സ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗുഡ് ബൈ.